ഹായ് ഗായ്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണോ? അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷമൊക്കെ? അപ്പോൾ അതാ ഏകദേശം ഇന്നും പതിവ് പോലെ തന്നെ ഉച്ചയ്ക്ക് ആയിട്ടുണ്ട്. പണികളെല്ലാം കഴിഞ്ഞ് അങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞ് പണികളെല്ലാം കഴിഞ്ഞ് സെറ്റായിട്ടിരിക്കണു. ഇനി ഫുഡ് കഴിക്കണം. മീൻകറി ഒന്നുമില്ല കേട്ടോ. മീൻകറി നമുക്ക് വയ്ക്കണം. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഫുഡ് ഇപ്പോൾ ഉച്ചക്കത്തെ ലഞ്ചൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വൈകുന്നേരത്തേക്കുള്ള മീൻകറി വെച്ച് വയ്ക്കണം. അങ്ങനെയൊക്കെ കേട്ടോ. ഇപ്പോൾ ഉച്ചക്കത്തേക്ക് ഞാൻ ജസ്റ്റ് മുട്ട ഒരിച്ചു. അതുപോലെ തന്നെ മീൻ വറുത്തത് ഇരിക്കണ്ടായി. പിന്നെ അച്ചാറും അങ്ങനെയുള്ള തട്ടിക്കൂടെ സാധനങ്ങൾ കേട്ടോ. അത്രയുള്ള സാധനങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ മീൻകറി ഇപ്പം എന്താണ് ഞാൻ വിചാരിച്ചത്, ഇനിയിപ്പോൾ ഉച്ചക്കത്തേക്ക് ഇനിയിപ്പോൾ വയ്ക്കണ്ട, രാവിലെ വയ്ക്കാൻ മടിയായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് വൈകുന്നേരത്തേക്ക് വയ്ക്കാം. വൈകുന്നേരത്തേക്ക് വയ്ക്കുകയാണെങ്കിൽ വൈകുന്നേരത്തേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രിത്തേക്ക് നമുക്ക് ഊണെല്ലാം കഴിഞ്ഞ് നമുക്ക് കുറച്ച് റെസ്റ്റ് എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ വയ്ക്കൂലേ, അതുപോലെ വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ അതിൻ്റെ റെസിപ്പി നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചട്ടോ. അപ്പോൾ അതാ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണണവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫുഡ് കഴിക്കാം. ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ കാണാം. അപ്പോൾ അതാ ഫുഡ് എടുത്തു വയ്ക്കാനൊന്നുമില്ല കേട്ടോ, എടുക്കാനൊന്നുമില്ല. നമ്മുടെ ചുറ്റുപാത്രം ഉണ്ടല്ലോ, നമുക്ക് കഴിക്കാം. ഇപ്പം എന്താണ് ഞാൻ ഷോർട്ട്സ് എടുക്കണ കാരണം ഇങ്ങനെ ആക്കി വെക്കാം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എളുപ്പമുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട. നമ്മൾ ചുറ്റുപാത്രത്തിലേക്കും അങ്ങനെ ഉണ്ടാക്കി വയ്ക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും തട്ടിക്കൂട്ടി കറികളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേറെ പ്രത്യേകിച്ച് കറികളൊന്നും വേണമെന്നില്ല. നമുക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ എല്ലാ കറികളൊക്കെ ആകുമ്പോൾ. എല്ലാ കറികളും നല്ല ഉള്ള കറികളാണെങ്കിലും നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ആവും. അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ ചോറ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയൊരു നാരങ്ങ വെള്ളം കലക്കാം. തണുക്കാണ്ട് നാരങ്ങ വെള്ളം കലക്കാം. നീർക്കട്ടേക്കായിരുന്നു എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ തണുത്തയിൽ കഴുകി കുടിച്ചാൽ ശരിയാവത്തില്ല. അപ്പോൾ നമുക്ക് തണുപ്പ് കുറഞ്ഞ വെള്ളത്തിൽ നാരങ്ങ ഉപ്പിടാം. പഞ്ചസാര, ഈ നീർക്കട്ടേക്കുള്ള ഉപ്പിട്ട് കുടിക്കാൻ നല്ലത്. പഞ്ചസാര ഇട്ട് കുടിച്ചുകൊണ്ട് വീണ്ടും കൂടും. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ നമുക്ക് ഇനി നാരങ്ങളോടെയും കലക്കാം. അപ്പോൾ ചോറിനൊപ്പം കൈ കുടിക്കുകയും ചെയ്യാമല്ലോ. അപ്പോൾ അതുകൊണ്ട് കേട്ടോ നമുക്ക് നാരങ്ങളം കലക്കാം കേട്ടോ. അപ്പോൾ അതാ ഉപ്പിട്ട് നാരങ്ങളം എടുക്കാം കേട്ടോ. എൻ്റെ കുരുവൊന്നും ഞാൻ കളയല്ല. അരിയിലേക്ക് വരുമ്പോൾ നമ്മൾ കുരുവൊക്കെ ഇങ്ങനെ എടുത്ത് കളഞ്ഞിട്ട് നാരങ്ങളം കലക്കുള്ളൂ. നമുക്കിപ്പോൾ കുടിക്കാൻ അങ്ങനെയൊന്നും ഞാൻ എടുത്ത് കളയാറില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞ് വെച്ചിട്ട് വെള്ളം വയ്ക്കും. ഉപ്പ് പഞ്ചസാര എന്നിട്ടുണ്ടെങ്കിൽ ഇട്ട് നല്ലോണം ഇളക്കും. അങ്ങനെ ഉണ്ടോ ഞാൻ കഴിക്കാറുള്ളൂ. ഇപ്പോൾ നമ്മൾക്ക് കഴിക്കാനാവുമ്പോൾ അത്ര വലിയ തോന്നുന്നു. അപ്പോൾ നമ്മളിങ്ങനെ ഇളക്കി കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ മേളിൽ ഇങ്ങനെ കുരുവയ്ക്കും പൊങ്ങി കിടക്കും. അതെടുത്ത് കളഞ്ഞത് അല്ലെങ്കിൽ അടിയിലായിരിക്കും, ഈ വെള്ളത്തിൻ്റെ അടിയിലായിരിക്കും ഇങ്ങനെ ഇതായി കിടക്കുന്നത്. നമ്മൾ കുടിച്ച് കഴിയുമ്പോഴാണെങ്കിലും എടുത്ത് കളഞ്ഞതില്ല. അപ്പം അത്ര വലിയ വിഷയമൊന്നുമില്ല. അപ്പോൾ അതാ ലഞ്ച് ബോക്സ് അല്ല, ചോറ്റുപാത്രത്തിൻ്റെ വീഡിയോ ഷോർട്സ് ഇടാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ എന്താണ് അങ്ങനെ ആക്കി വെക്കണേ കേട്ടോ. അപ്പോൾ എൻ്റെ ഷോർട്സും മുടങ്ങില്ല. ഉച്ചത്തേക്ക് കഴിക്കാനുള്ള അങ്ങനെ എടുത്തു വയ്ക്കുകയും ചെയ്യാമല്ലോ. അപ്പോൾ നിച്ചൂടിനൊന്ന് പഠിത്തമില്ലാത്തോട്ട് സാട്ടോ, ശനിയാഴ്ചയാണ്. അപ്പോൾ ഇന്നും വീട്ടിൽ ഉമ്മച്ചിയുണ്ട്. എൻ്റെ വീട്ടിൽ ഉമ്മച്ചിക്കൊന്നും പണിയുണ്ടായിരുന്നില്ല. അപ്പോൾ നിച്ചുകൂട്ടിൽ നിന്ന് അങ്ങോട്ടേക്ക് പോയി. അവിടെയാണ് കേട്ടോ മദർസ ഇട്ട് കഴിഞ്ഞിട്ട് അവിടെയാണെങ്കിൽ എനിക്ക് ഇനി മീൻകറിയൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് എനിക്ക് അവനെ വിളിക്കാൻ പോകണം. കാരണം അവർക്ക് വൈകുന്നേരം ട്യൂഷനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിളിക്കാൻ പോകും മീൻകറിക്കും വെച്ച് കഴിഞ്ഞ്. അപ്പോൾ അത് ആ കറികളൊക്കെ എടുത്ത് അങ്ങനെ മാറ്റിയിട്ടുണ്ട്. മുട്ട വറുത്തതും അതുപോലെ തന്നെ ചമ്മന്തി, മീൻ വറുത്തത്, അച്ചാർ, പിന്നെ ഇച്ചിരി മാങ്ങുപ്പിലിട്ട് കൊടുത്തു 2 കഷ്ണം. പിന്നെ ആ മാങ്ങുപ്പിലിട്ടതിൻ്റെ ഒപ്പം ഞാൻ കാന്താരി മുളക് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ ഞെവടി തിന്നാൻ നല്ല ടേസ്റ്റ് അല്ലേ. ഇങ്ങനെ നമ്മൾ കഞ്ഞിയിലാണെങ്കിലും അതുപോലെ തന്നെ ചോറിലാണെങ്കിലും അങ്ങനെ പൊട്ടിച്ചിങ്ങനെ ഞെവടി തിന്നാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഈ ഉപ്പിലേക്ക് ഇട്ട് നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഉപ്പും കാര്യങ്ങളൊക്കെ പിടിച്ച് നല്ല സെറ്റായിട്ടുണ്ടാവും. അപ്പോൾ അതാ ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് കാണാം. അതാ ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഇനി കുറച്ച് നേരം കിടക്കണം. ഉറങ്ങണില്ല കേട്ടോ. ചുമ്മാ കുറച്ച് നേരം കിടന്ന് കഴിഞ്ഞിട്ട് മീൻകറിയൊക്കെ വയ്ക്കാം. മീൻകറി വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. മീൻകറിയുടെ റെസിപ്പിയോട് ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ചുമ്മാ ഇരിക്കുമ്പോൾ എടുക്കണതാണ്. ചുമ്മാ ഇന്നപ്പോൾ ഒരു വ്ളോഗ് എടുക്കാൻ തോന്നി അങ്ങനെ വ്ളോഗ് എടുക്കണതാണ് കേട്ടോ. അതാ അങ്ങനെ കിടക്കുകയാണ്. ഇനി കുറച്ച് നേരം ഫോണിൽ തോണ്ടിക്കൊണ്ട് കിടക്കും. അത് കഴിഞ്ഞ് കുറച്ച് ടൈം എണീക്കണം മീൻകറി വെക്കാനൊക്കെ ആയിട്ടോ. എത്ര ഉള്ളൂ എന്താ വലിയ ഓക്കെ. അപ്പം കുറച്ച് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. ബൈ. അപ്പോൾ അതാ അങ്ങനെ കുറച്ച് നേരം ഫോണിലേക്ക് തോണ്ടിക്കഴിഞ്ഞതാ എണിച്ചുണ്ട് കേട്ടോ. പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മുടെ ബിഗ് ബോസിൻ്റെ ഓരോ റിവ്യൂ ഇങ്ങനെ ഓരോ ഇതൊക്കെ കാണുമല്ലോ. ഞാൻ ലൈവ് കാണാറില്ല കേട്ടോ. ഓരോ റിവ്യൂ കാര്യങ്ങളൊക്കെയും കാണും. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ട കണ്ടസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ അനുമോളാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം അതൊക്കെയും കണ്ടു. അത് കഴിഞ്ഞിട്ട് എണിച്ചു. ഇനി നമുക്ക് മീൻകറി വെക്കാം. ഈ മീനാണ്ട് എന്തോ പിരാന എന്നങ്ങാണ്ട് പറയണം. പലരും പല പേര് ചിലവർ വേറെ എന്തൊക്കെ പേര് പറയും. ഇതിനും ഞങ്ങളിവിടെ പിരാന എന്നാണ് കേട്ടോ പറയണത്. നിങ്ങളിപ്പോൾ എന്താ പറയണതെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഈ മീനിൻ്റെ ദശയുടെ ഉള്ളിലുണ്ടല്ലോ മുള്ളുണ്ടാവും. കുഴപ്പമില്ല, എനിക്കിഷ്ടമാണ് കേട്ടോ. എന്നാലും നമ്മൾ നോക്കി കഴിച്ചാൽ മതി. അപ്പോൾ നമ്മൾ അതിലേക്ക് 2
തക്കാളിയും ഒരു സവാളയും നമ്മളിങ്ങനെ വലിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയെടുത്തിട്ടുണ്ട്. തീരെ ചെറുതാക്കണ്ട, നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതാ സവാളയും തക്കാളിയും നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നമുക്കതിലേക്ക് ഒരു 3 ടീസ്പൂൺ മുളക് പൊടിയും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, ഇത്ര ഐറ്റംസ് നമുക്ക് ഇനി ആ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. വഴറ്റാനോ കാര്യങ്ങൾക്കൊന്നും നിൽക്കണ്ട, ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ ഇപ്പോൾ നമുക്ക് തേങ്ങ അരച്ചൊരു കറിയുടെ ഒരു ഇതിൽ കിട്ടും കേട്ടോ. എന്നാൽ തേങ്ങ അരയ്ക്കാൻ വേണ്ട, ഒരു അങ്ങനത്തെ ഒരു സെറ്റപ്പിൽ കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അത് ആ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കും. ഒരുപാട് വെള്ളം ഒഴിച്ചെടുക്കണം. നമ്മൾ ഈ തക്കാളിയൊക്കെ അരയ്ക്കുമ്പോൾ ചെറിയൊരു പേസ്റ്റ് രൂപത്തിലാവും. പിന്നെ നമ്മൾ ഈ പൊടികളിലേക്ക് ഇടുമ്പോൾ ചിലപ്പോൾ കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടിട്ട് കുറച്ച് വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കാവുള്ളൂ. അപ്പോൾ കണ്ടോ ഇതുപോലെ ഇരിക്കും. നമ്മൾ തേങ്ങ അരച്ച് മീൻകറി വയ്ക്കില്ല, ആ ഒരു ഇതിൽ കിട്ടും കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഞാൻ ഇതിൻ്റെ വീഡിയോ മുമ്പ് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. മുളക് ചാറ് പോലെ തന്നെ അത്യാവശ്യം നല്ല എരിവിന് നല്ല ടേസ്റ്റിന് കിട്ടുകയും ചെയ്യും കേട്ടോ. ഞാൻ ചട്ടി എടുത്തിട്ടില്ല, കാരണം എൻ്റെ അടുത്ത് കുഞ്ഞി ചട്ടിയാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, വലിയ ചട്ടി എൻ്റെ അടുത്ത് നിന്ന് പൊട്ടിപ്പോയി. പിന്നെ വേറെ ഒരെണ്ണം മേടിച്ചു, പക്ഷെ അത് ഞാൻ മയക്കെടുത്തിട്ടില്ല. മയക്കെടുക്കാൻ ചെറിയൊരു മടിയിക്കാൻ പോലെ. ഇനിയിപ്പോൾ പയ്യൊന്ന് മയക്കെടുക്കണം, എണ്ണയൊക്കെ തേച്ച് വെയിലത്ത് വയ്ക്കണം, അല്ലെങ്കിൽ കഞ്ഞിവെള്ളം എന്തെങ്കിലും ഒഴിച്ചിടണമല്ലോ. അപ്പോൾ അത് അങ്ങനെ ഒരു ചീഞ്ചട്ടി അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചീഞ്ചട്ടി ചൂടായി നോക്കിയതട്ടെ, എണ്ണയിൽ കുത്തിയില്ല, ജസ്റ്റ് ഒന്ന് കയ്യിൽ നിന്ന് മേളിൽ വെച്ച് നോക്കിയുള്ളൂ. അപ്പോൾ അത് ആ വെളിച്ചെണ്ണയൊക്കെ നല്ലോണം ഒന്ന് ചൂടായി വന്നപ്പോൾ നമ്മൾ കയ്യിലേക്ക് കടുക് ഇട്ടു. പക്ഷെ കടുകല്ല, ഉലുവ ഇട്ട് കൊടുക്കാം കേട്ടോ. ചിലവർ മീൻകറിയിൽ കടുകും ഉലുവ ഇട്ട് കൊടുക്കും കേട്ടോ. ഞാൻ ഇവിടെ ഉലുവ മാത്രമാണ് ഇട്ട് കൊടുക്കണുള്ളൂ. ഞാനൊരു കുക്കിംഗ് വീഡിയോസ് ഇങ്ങനെ കാണുമ്പോൾ ചിലവർ കടുകൊക്കെ ഇട്ട് കൊടുക്കണം കാണാം. നമ്മളിവിടെ ഉലുവ മാത്രമാണ് ഇട്ട് കൊടുക്കണുള്ളൂ. ഉലുവ നല്ലോണം ഒന്ന് പൊട്ടി വന്നു കഴിയുമ്പോൾ നമ്മൾ മിക്സിയിലിട്ട് അരച്ച് വെച്ച ഐറ്റംസ് ഉണ്ടല്ലോ, തക്കാളി, അതുപോലെ തന്നെ സവാള, മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളിയില്ല, മഞ്ഞൾപ്പൊടിയും മുളക് പൊടി, ഇത്ര ഐറ്റംസ് ഇട്ടാം. വെളുത്തുള്ളി ഇഷ്ടമാണ് ഇട്ട് കൊടുക്കാൻ. ഞാൻ വെളുത്തുള്ളി ഒന്നും ഇട്ട് കൊടുക്കാനുള്ള മടിയാണ്, നന്നാക്കാനുള്ള മടിയും കൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല. എന്നിട്ട് ഇത്ര ഐറ്റംസ് നമ്മുടെ അരപ്പയ്ക്ക് നല്ലോണം ഒന്ന് എണ്ണയിൽ കിടന്നൊന്ന് പയ്യൊന്ന് മൂത്ത് തന്നെ, ഒരുപാട് കളറ് മാറിപ്പോകണ്ട, കുറച്ച് നേരം അതുപോലെ ഇട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ പച്ചമുളക് ഒന്ന് പയ്യൊന്ന് മാറി വരും. ഒത്തിരി നേരം ഒന്നും ഇട്ട് ഇളക്കി കൊടുക്കേണ്ട കാര്യമില്ല കേട്ടോ. ഒരു 5 മിനിറ്റ് അങ്ങനെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് നല്ലോണം ഒന്ന് തിളച്ച് വന്നു കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുത്തു നമ്മൾ, കാരണം പുളി ഇട്ട് കൊടുക്കാനുള്ളതല്ലേ. അപ്പോൾ അതുകൊണ്ട് ഉപ്പ് കൂടുതലിട്ട് കൊടുത്തു, കാരണം പുളിയും നമ്മൾ വാളംപുളിയല്ല കുടംപുളി ഇട്ട് കൊടുക്കാനുള്ളപ്പോൾ പിന്നെ പുളിയോടെയും ചേരുമ്പോൾ ഉപ്പ് കുറവ് തോന്നും. അപ്പം മീൻകറിയിലേക്ക് ആവശ്യമുള്ള ഉപ്പ് നമുക്ക് ഇപ്പം തന്നെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് പിന്നെ ആ മിക്സിയുടെ ജാറൊന്ന് കഴുകി ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ, വെറുതെ അരപ്പ് കളയണ്ടല്ലോ എന്നുള്ള രീതിയിൽ കേട്ടോ. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്നുകൊണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിൻ്റെ അകത്ത് ഇങ്ങനെ നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ ഉപ്പ് വെള്ളത്തിലേക്ക് നല്ലോണം ഒന്ന് കലർന്നോളൂല്ലോ, അങ്ങനെ കേട്ടോ. ഇനി ഇത് നല്ലോണം തിളച്ച് വരണം. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് കുറച്ച് പുളി ഇട്ട് കൊടുക്കാം കേട്ടോ. കുടംപുളിയാണ് ഇട്ട് കൊടുക്കുക. ഒരു 3 കഷ്ണം പുളി ഞാൻ വെള്ളത്തിലിട്ടേണ്ടായിരുന്നു, അത് ഇട്ട് കൊടുക്കണ്ട കേട്ടോ. പുളി വെള്ളത്തിലിട്ടിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് കറിയിലേക്ക് പുളി കുടിക്കും കേട്ടോ. അപ്പോൾ അത് നല്ലോണം തിളച്ച് വന്ന് കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഉണ്ടെങ്കിൽ ഇഞ്ചി ഇട്ട് കൊടുക്കാം. എൻ്റെ അടുത്ത് ഇഞ്ചി ഇല്ല, അതാണ് ഇഞ്ചി ഇട്ട് കൊടുത്തില്ല. അപ്പോൾ അതുകൊണ്ട് പച്ചമുളക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് തിളച്ച് വരണം. നല്ലോണം ഒന്ന് തിളച്ച് വന്നു കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് നമ്മളിവിടെ കഴുകി മാറ്റി വെച്ച മീനുണ്ടല്ലോ, ആ മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഏത് മീനാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. എല്ലാ മീനും ഇതുപോലെ കറി വയ്ക്കാൻ ടേസ്റ്റാണ്. അതുപോലെ ഈ കഷ്ണ മീനൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ഈ ഉള്ളിയൊക്കെ മാറ്റി കഴിയുമ്പോൾ സവാള ചുമ്മിങ്ങനെ കിടക്കുമല്ലേ, അപ്പോൾ ഇതങ്ങനെ സവാള കിടക്കുമെന്നല്ല, നല്ല കുറുകിയ കറിയായിരിക്കും കേട്ടോ. നല്ല കുറുകിയ നല്ല ടേസ്റ്റുള്ള കറി ആയിരിക്കും കേട്ടോ. അപ്പോൾ അത് അങ്ങനെ മീനും പറക്കിയിട്ട് കൊടുക്കാം. ഏത് മീനാണെങ്കിലും കുഴപ്പമില്ല. ഇപ്പോൾ അയലയാണെങ്കിലും നമ്മൾ കുടംപുളി ഇട്ട് കൊടുത്തല്ലോ, ഈ മീൻകറി ഇങ്ങനെ പുളിക്ക് വരെ നമുക്ക് മാങ്ങ ഇട്ട് കൊടുത്താലും മതി. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ തേങ്ങ അരച്ചൊരു മീൻകറിയുടെയൊക്കെ ഒരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതുപോലെയൊക്കെ ഒന്ന് ഒരു വെറൈറ്റി, ചിലവർക്ക് ഇങ്ങനെയൊക്കെ ഇതിങ്ങനെ ഉണ്ടാക്കണവരായിരിക്കും, അറിയാവുന്നവരായിരിക്കും, അറിയാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ മീൻകറി കിഞ്ഞ് കൊടുക്കുന്നത് പയ്യെ ഒന്ന് തിളയ്ക്കണം. സിമ്മിലിട്ട് കൊടുക്കാം. ഈ മീൻ പെട്ടെന്ന് പൊടിഞ്ഞു പോകണ മീനായതുകൊണ്ടുണ്ടല്ലോ, ഒരുപാട് കൂട്ടി വെച്ച് കൊടുത്തോണ്ട് മീൻ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് കൊടുക്കാം കേട്ടോ. കണ്ടോ, ഇപ്പോൾ 2-3 പ്രാവശ്യം തിളക്കുകയൊക്കെ ചെയ്താണ്ട് കണ്ടോ, ഈ മീൻ പെട്ടെന്ന് പൊട്ടിപ്പോവും. അത് കാരണമായിട്ട് പയ്യെ ഇളക്കണേ. അപ്പോൾ സൈഡിലേക്ക് നല്ലോണം ഒന്ന് ആക്കിയതിന് ശേഷം പിന്നീട് നമുക്കൊന്ന് പയ്യെ ചട്ടിയാണെങ്കിൽ ചീഞ്ചട്ടിയാണ് പയ്യെ ഒന്ന് ചുറ്റിച്ചു കൊടുത്താലും മതി കേട്ടോ. ഇതാ നമുക്ക് കുറച്ച് നേരം മൂടി വെച്ച് കൊടുത്തേക്കാം. ഇനി ഒരു 5 മിനിറ്റ് അവിടെ 5-10 മിനിറ്റ് അവിടെ കിടന്ന് നല്ലോണം ഒന്ന് വെന്ത് കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ലാസ്റ്റ് ഇങ്ങനെ വിതറി കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് കറിവേപ്പില ലാസ്റ്റ് ഇങ്ങനെ വിതറി കൊടുക്കാം. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് ഇങ്ങനെ പറക്കിയിട്ട് കൊടുക്കണേ കേട്ടോ. അങ്ങനെ കറിവേപ്പിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇറ്റിച്ച് കൊടുക്കാം കേട്ടോ.
ഈ വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് തിളച്ച് നമ്മൾ കറി ഓഫായി കഴിഞ്ഞതിന് ശേഷം ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് കറിവേപ്പിലയും അതുപോലെ തന്നെ വെളിച്ചെണ്ണയും. അപ്പോൾ അതായിട്ട് പിന്നെ നമുക്ക് ഇത്രേ ഉള്ളൂ കേട്ടോ. ഓഫായി കഴിഞ്ഞതിന് ശേഷം കറിവേപ്പിലയും വെളിച്ചെണ്ണയും ആദ്യം കറിവേപ്പില ഇട്ട് കൊടുക്കുക, അതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഹോട്ടലിലേക്കും കിട്ടുന്ന മീൻ കറിയൊക്കെ അതിൻ്റെ ടേസ്റ്റാണ് കേട്ടോ. ഈ കപ്പയും ഈ മീൻ കറിയൊക്കെ അടിപൊളിയാണ് കേട്ടോ. തേങ്ങ അരച്ച മീൻ കറിയല്ല, അന്ന് അത്യാവശ്യം എരിവുള്ള മുളക് ചാറ് പോലെയുള്ള ഒരു മീൻ കറി. വെറുതെ തേങ്ങ അരച്ച സമയം കളയണ്ട, ഉള്ളി വാട്ടി സമയം കളയണ്ട, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും അടിപൊളി മീൻ കറിയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണാം. ബൈ.